ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്നത് നെൽകൃഷി ചെയ്യാൻ വേണ്ടി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടത്തിലാണ്. അവൻ കുഴിച്ചുകൊണ്ടിരിക്കുന്ന മാളം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, എലി ഉണ്ടാക്കിയതാണ്. ഈ ഒരു ടൈപ്പിൽ മീൻ പിടിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. നമുക്കതൊരു ലക്ക് കൂടിയാണ്. കാരണം വെള്ളം വറ്റുമ്പോൾ മീനെല്ലാം കൂടി ഈ ഒരു മാളത്തിൽ കയറിയിരിക്കുന്നു. നമ്മളത് തപ്പി കണ്ടുപിടിച്ചാൽ മാത്രം മതി, ബാക്കി കാര്യം ഓക്കെയാണ്. അതിനകത്ത് ഉറപ്പായും മീൻ കാണും. അതിനകത്ത് കൈയിടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ചിലപ്പോൾ നല്ല കാരിയുടെ കുത്ത് കിട്ടാൻ സാധ്യത. അത് വളരെ സൂക്ഷിച്ച് മാത്രമേ നമ്മൾ അതിനകത്ത് കൈയിടാവുള്ളൂ. ആ ഒരു ഒറ്റ മാളത്തിൽ നിന്നും കുറച്ച് കലടമുട്ടിയും ഒരു സൈസ് കാര്യം കിട്ടുന്നുണ്ട്. കാര്യയെ കൈകൊണ്ട് പിടിക്കേണ്ട പ്രയാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വലിയവനെ പിടിക്കുന്നതിന് മുന്നായിട്ട് ചെറിയവനെ എല്ലാം നമുക്ക് പിടിച്ച് മാറ്റേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ചെറിയവനായിരിക്കും ഏറ്റവും വലിയ പണി നമുക്ക് തരുന്നത്. അങ്ങനെ അബിയും ടോൺസിനും വലിയ ഒരെണ്ണത്തിനെ കണ്ടു. അതിനിപ്പോൾ പിടിക്കുമോ അവന്മാർ? നമുക്കത് കാണാം. അങ്ങനെ അവനെ വെളിയിലെടുത്തു. ഇനി അവനെ കൊമ്പൊടിക്കൽ പ്രക്രിയയാണ്. നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കൊമ്പൊടിക്കുന്നത്. കാരണം ഇതിന് വെട്ടാനായിട്ട് എടുക്കുമ്പോൾ അവരുടെ കയ്യിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴേ നമ്മളത് കൊമ്പൊടിച്ച് കളയുന്നത്. നമ്മൾ ഈ കൈ കൊണ്ട് കൊമ്പൊടിക്കുന്നത് ഇച്ചിരി റിസ്ക്കും അതുപോലെ തന്നെ ഇച്ചിരി ടാസ്ക്കുമാണ്. ഇത് കണ്ടാലും കൈകൊണ്ട് കാരിയുടെ കൊമ്പൊടിക്കാതിരിക്കുക. നമ്മുടെ മെയിൻ പരിപാടി ഇതല്ല, അത് നിങ്ങൾക്ക് ഇനി വഴിയെ കാണാം. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചില നേരത്ത് കാരിയുടെ കുത്ത് അത് കിട്ടും. അത് ഇപ്പോൾ ഓർണമെൻറ്റ് കിട്ടും, അത് കാണാം. കിട്ടി. ഭാഗ്യത്തിന് ചെറിയൊരു കുത്തായിരുന്നു, അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ അവൻ മീൻ പിടിക്കാൻ തുടങ്ങി. നമ്മുടെ മെയിൻ പരിപാടി ഇതൊന്നുമല്ല, കുത്തുവല വെച്ചാണ് നമ്മൾ അത്യാവശ്യം മീനുകളെ പിടിക്കുന്നത്. ഇതാണ് കുത്തുവല. ഇച്ചിരി നീളത്തിലുള്ള വലയാണ് ഇത്. ഭാഗം താത്ത് വെച്ച് ബാക്ക് സൈഡ് ഇങ്ങനെ നീട്ടിയിടും. അകത്തോട്ട് ചപ്പ് വല്ലതും കയറ്റിയിടും. കാരണം മീൻ കയറി വലയിലിടിച്ച് തിരിച്ചു പോയിരിക്കാനായിട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പരിപാടി. പിന്നെ അത്യാവശ്യം ലോങ്ങിൽ നിന്ന് നമ്മൾ വെള്ളം ഇതുപോലെ ഇളക്കി അനക്കി പറഞ്ഞിട്ടുണ്ട്. ഒരു തവള എൻ്റെ പിന്നെ ടോൺസൺ പേടിച്ചു പോയി. പേടിച്ചെന്നെ നോക്കിച്ചിരിക്കുന്നതാണ്. ഈ ഒരു ടൈപ്പ് ഫിഷിങ്ങിൻ്റെ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. അനക്കിക്കൊണ്ട് പോവുക, വല പൊക്കിയെടുക്കുക. അതിനകത്ത് മീൻ അത്യാവശ്യം ഉണ്ട്, കാണാം. വരാലും കല്ലടമുട്ടയുമാണ് കൂടുതലായി നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. പിന്നെ വലിയ വാളയുണ്ടെങ്കിലും ചെറുമീനുണ്ടെങ്കിലും കയറും. ഈ വലയിൽ കിട്ടിയേക്കുന്നത് നമുക്ക് വരാലും കുറച്ച് കല്ലടമുട്ടയുമാണ്. കൃഷിക്ക് വേണ്ടി കണ്ടം വറ്റിക്കുമ്പോൾ ഒരുപാട് മീനുകൾ ചത്തുപോകും. കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം വറ്റുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ ചൂട് കൂടും. വെള്ളത്തിൻ്റെ ചൂട് കൂടിയ ചെറിയ മീനുകളൊക്കെ പെട്ടെന്ന് ചാവും. അതുകൊണ്ട് തന്നെ ഒരുമാതിരി മീഡിയം സൈസ് ഉള്ള മീനുകൾ ഞങ്ങൾ എടുക്കാറുണ്ട്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത് വെറുതെ കിടന്ന് ചത്തുപോകും. അതുകൊണ്ട് മാത്രമാണ്. ഈ വല വെച്ചുള്ള പരിപാടിയാണ് പിന്നെയും അത് നിങ്ങൾക്ക് കണ്ടാൽ ബോറാവും. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ നമുക്ക് കാണാം. ഈ വിലയിൽ നമുക്കൊരു മീഡിയം സൈസ് തിലാപ്പിയ കിട്ടുന്നുണ്ട്, നമുക്ക് കാണാം. ഈ ടൈപ്പ് ഫിഷിങ്ങിന് പോകുമ്പോൾ നമുക്കൊരു കൈവല അത്യാവശ്യമാണ്. കാരണം കിട്ടുന്ന മീനെ പെട്ടെന്ന് വലയിൽ ഇട്ടിട്ട് വിടണം. അല്ലെങ്കിൽ നമ്മുടെ സമയവും പോവും, ഊർജ്ജവും പോവും. ചാക്കിനകത്ത് ഇട്ടാൽ ഇത് പെട്ടെന്ന് ചത്തുപോകും. അതുകൊണ്ട് ചാക്ക് നമ്മൾ എടുക്കാറില്ല. ഇതാകുമ്പോൾ ഈ വലയ്ക്കകത്തിടുക, വെള്ളത്തിൽ മുക്കി വെക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ നമുക്കൊരു തിലാപ്പിയ കിട്ടുന്നുണ്ട്, കാണാം. അങ്ങനെ നമ്മൾ കുറച്ച് സമയം കൊണ്ട് അത്യാവശ്യം മീനെ കിട്ടി. നമുക്ക് അത് മൊത്തത്തിലൊന്ന് കാണാം. നമ്മൾ പരിപാടി നിർത്തി. ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.